ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ LDF സ്ഥാനാർത്ഥികളുടെ പട്ടിക ഇന്നും നാളെയുമായി പ്രഖ്യാപിക്കുമെന്ന് അറിയുന്നു. ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിനും സംസ്ഥാന കൗൺസിലിനും ശേഷം CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ സാധ്യത. CPM മത്സരിക്കുന്ന 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നാളെയാവും പ്രഖ്യാപിക്കുക. ഷെവീദ് റാവുത്തർ വിശദാംശങ്ങളുമായി വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. ഷെവീദ്, CPI ഏതാണ്ട് പട്ടിക അവസാന നിലയിൽ എത്തിച്ചോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതാണ്ട് പട്ടികയായി, പക്ഷെ അവിടെയും ചില ട്വിസ്റ്റുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. LDFനെ സംബന്ധിച്ച് LDF ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ അതിവേഗം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അവർ. കാരണം ഇന്ന് CPIയുടെയും നാളെ CPMന്റെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. CPIയെ സംബന്ധിച്ച് 4 മണ്ഡലങ്ങളിലാണ് അവർ ഇക്കുറി മത്സരിക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, തൃശൂർ, വയനാട്. അതിൽ തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനും, മാവേലിക്കരയിൽ CR അരുൺകുമാറും, തൃശൂരിൽ VS സുനിൽകുമാറും, വയനാട്ടിൽ ആനി രാജ എന്നുള്ളതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന. ഇതിനൊപ്പം 2 പേരുകൾ കൂടി ജില്ലാ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതാകും ഇന്നത്തെ സംസ്ഥാന നേതൃയോഗങ്ങളിൽ ചർച്ചയാവുക. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പന്ന്യൻ രവീന്ദ്രന് പുറമെ K പ്രകാശ് ബാബു, സത്യൻ മൊകേരി എന്നീ 2 പേരുകളാണ് ജില്ലാ കമ്മിറ്റി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എന്നാൽ പന്ന്യനിലേക്ക് തന്നെ എത്തിപ്പെടാനാണ് സാധ്യത കൂടുതൽ എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ജനകീയ മുഖം പരീക്ഷിക്കാവുന്ന കാൻഡിഡേറ്റ് എന്നടക്കമുള്ള ഗുണങ്ങൾ അത് പന്ന്യനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇനി മാവേലിക്കരയെ സംബന്ധിച്ച് മാവേലിക്കര അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. CA അരുൺകുമാറിന്റെ പേരിന് പുറമെ മറ്റ് 2 പേരുകൾ കൂടി ജില്ലാ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൽ മുൻ MLA K അജിത്ത്, അതേപോലെ തന്നെ മുൻ MP ചെങ്ങറ സുരേന്ദ്രൻ, CK ആശ എന്നീ പേരുകളാണ് ജില്ലാ നേതൃത്വം നൽകിയത്. CA അരുൺകുമാറിന്റെ കാര്യത്തിൽ മാവേലിക്കര ലോക്സഭാ മണ്ഡലം 3 ജില്ലാ കമ്മിറ്റികൾ ചേരുന്നതാണ്. അതിലൊന്ന് കൊല്ലം, ആലപ്പുഴ, കോട്ടയം. അതിൽ കൊല്ലം, കോട്ടയം ജില്ലാ കമ്മിറ്റികൾക്ക് CA അരുൺകുമാറിന്റെ കാര്യത്തിൽ കാര്യമായ താല്പര്യമില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശൂരിൽ VS സുനിൽകുമാർ തന്നെ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആലോചന. VS സുനിൽകുമാർ തന്നെ മത്സരിക്കുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. KP രാജേന്ദ്രന്റെ പേര് കൂടി ജില്ലാ കമ്മിറ്റി നൽകുന്നുണ്ട്. പക്ഷെ അതൊരു ഒരു നടപടിയുടെ ഭാഗമെന്ന് മാത്രമേ ഉള്ളൂ. VS സുനിൽകുമാർ തന്നെയായിരിക്കും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന, അതല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്റ്റാർ വാർ നടക്കാൻ പോകുന്ന തൃശൂർ മണ്ഡലത്തിൽ പോരിനിറങ്ങുക. വയനാട്ടിൽ ആനി രാജയ്ക്കൊപ്പം സത്യൻ മൊകേരി, PP സുനീർ എന്നീ പേരുകളാണ് പാർട്ടിയുടെ പരിഗണനയുള്ളത്. പക്ഷേ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം എന്നുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഒരു ദേശീയ മുഖത്തെ തന്നെ പരീക്ഷിക്കാൻ അല്ലെങ്കിൽ ഒരു വനിതാ കാൻഡിഡേറ്റിനെ ഇറക്കാൻ തന്നെയായിരിക്കും CPI. അങ്ങനെയാണെങ്കിൽ അത് ആനി രാജ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്ത് ഇന്ന് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. CPMനെ സംബന്ധിച്ച് അവരുടെ 15 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചതും ചെറിയ സ്ഥാനാർത്ഥികളല്ല അവരെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കുന്നുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, MLAമാർ, മന്ത്രിമാർ, ജില്ലാ സെക്രട്ടറിമാർ, അങ്ങനെ ഒരു വലിയ താരനിരയാണ്. അത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം, CPMന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയും ഉണ്ടാകും. ഓക്കെ, താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.